ഹായ് ഗായ്സ്, പത്തനംമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുത്തശ്ശൻ എല്ലാ സത്യങ്ങളും അറിയാണ്. അവന്തികയാണ് ഇതിൻ്റെ പിന്നിലെന്നും നാഗേന്ദ്രയുടെ കളികളൊക്കെ ഉണ്ടെന്നും അതുകൊണ്ടാണ് ആ ഡീൽ ആദർശിന് കിട്ടാതെ പോയതെന്നും അതുപോലെ മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് മൂർത്തീസ് ജ്വല്ലറിക്ക് ഇപ്പം ഇങ്ങനൊരു അബദ്ധം ഉണ്ടായതെന്ന്. അപ്പം മുത്തശ്ശന് തന്നെ അങ്ങ് വിഷമം തോന്നുകയാണ്. കാരണം ആദർശിനെ MD സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ആദർശിനൊരു ശിക്ഷ കൊടുത്തിട്ട് ആ സ്ഥാനത്തേക്ക് അവന്തികയെ കയറ്റി ഇരുത്തുമ്പം മുത്തശ്ശൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. പക്ഷേ അവന്തിക മൂർത്തീസ് ജ്വല്ലറിയുടെ സർവനാശത്തിനായിട്ട് വന്നവളാണെന്നും ശത്രുപക്ഷത്തുള്ളവളാണെന്നും ഒക്കെ അറിയുമ്പം മുത്തശ്ശൻ ആകെ തകർന്നു പോവുകയും അങ്ങ് ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും ബോധരഹിതനായിട്ട് വീഴുകയൊക്കെയാണ്. അങ്ങനെ മുത്തശ്ശനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. അതുപോലെ ഹൈപ്പ് ചെയ്യണേ. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ മുത്തശ്ശൻ പറയാണ് ആദർശിനെ ഈ ഡീല് നഷ്ടപ്പെട്ടപ്പോൾ അവന്തിക MD സ്ഥാനത്തിരിക്കണം, ആദർശ് അതിന് യോഗ്യനല്ല എന്ന് പറയാണ്. അപ്പോൾ ആദർശിന് നല്ല വിഷമമാകാണ് സ്വാഭാവികമായിട്ടും. ആദർശ് നയനോട് പറയുന്നുണ്ട്, മുത്തശ്ശൻ ഈ കാര്യത്തിൽ എന്നെ വിശ്വസിക്കുന്നില്ല. എനിക്ക് ഈ ഡീല് നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അവിടെ ഞാൻ എല്ലാ പ്രിപ്പറേഷനോടും കൂടി ചെന്നതാണ്, പക്ഷേ അതൊന്നും നടന്നില്ല എന്ന് പറയുക. അപ്പോൾ നയനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, മുത്തശ്ശൻ ഇങ്ങനെ ഒരു തെറ്റു പറ്റത്തില്ല, പക്ഷേ അങ്ങനെ സംഭവിച്ചുകൊണ്ട് ആദർശനൊരു മാതൃകാപരമായ ശിക്ഷ നൽകിയതായിരിക്കും എന്ന് പറയാണ്. അതേ സ്ഥാനത്ത് അവന്തികയാണെങ്കിൽ MD കസേരയിൽ ഇരിക്കുകയാണ്. അച്ഛൻ നാഗേന്ദ്രയെ വിളിച്ച് സന്തോഷം പങ്കിടുന്നുണ്ട് അവന്തിക. എന്നിട്ട് പറയാണ്, അതെ അച്ഛ, ഞാനിപ്പോൾ ദേ ഈ മൂർത്തീസ് ജ്വല്ലറിയുടെ MD കസേരയിലെത്തി. ആദർശിനെ വലിച്ച് താഴെ ഇട്ടിട്ട് നമ്മൾ അവിടെ കയറി ഇരിക്കുകയാണെന്ന് പറയാം. അപ്പോൾ നാഗേന്ദ്ര പറയാം, ഇനി മോളെ നീ സൂക്ഷിക്കണം. അവിടെ ഇരുന്നുകൊണ്ട് ആ മൂർത്തീസ് ജ്വല്ലറിയെ നമ്മൾ ഇല്ലാതാക്കണം. അവിടുത്തെ ഓരോ ധനവും നമ്മുടെ ജ്വല്ലറിയിലേക്ക് എത്തണം. അതിനു വേണ്ടി നീ അവിടെ കിടന്ന് പരിശ്രമിക്കണം എന്ന് പറയുക. അപ്പോൾ അവന്തിക്ക് പറയുന്നുണ്ട്, അതേച്ചാ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ കുടുംബത്തിലുള്ളവർ, ആ കിളവനും കിളവിയും ഉൾപ്പെടെയുള്ള എല്ലാവരും നാശത്തിൻ്റെ വക്കിലേക്കാണ് പോകുന്നത്. അവരെന്നെ ഇപ്പോൾ നല്ല രീതിയിൽ വിശ്വസിച്ചിരിക്കുക. അതുകൊണ്ട് ഞാനിനി എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചാലും അവരതൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല അച്ഛാന്ന് പറയാം. അപ്പം നാഗേന്ദ്ര പറയാണ്, നീ അവിടെ ഇരുന്ന് നല്ല രീതിയിൽ കളിക്കണം. അത് നിൻ്റെ അമ്മയ്ക്കും ഏട്ടനും പോലും അറിയാൻ പറ്റരുത്. അവരറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ശരിയാവില്ല. ഞാൻ ഈ സൈഡിലുണ്ടെന്ന വിവരം അബയ്ക്ക് പോലും അറിയില്ല. അവനോട് പോലും ഞാൻ ഈ വിവരങ്ങൾ പറഞ്ഞിട്ടില്ല. അവൻ്റെ കാഴ്ചപ്പാടിൽ ജ്വല്ലറിയുടെ MD ഡേവിഡാണ്, അല്ലാതെ ഈ നാഗേന്ദ്രയല്ല. അതുകൊണ്ട് മോളെ നീ സൂക്ഷിച്ച് കളിക്കണമെന്ന് പറയാം. അപ്പം ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ അവന്തിക അവിടെ കളികളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവന്തിക ഇങ്ങനെ MD കസേരയിൽ എത്തിയപ്പോൾ അബിക്ക് കുറച്ച് അസൂയൊക്കെ തോന്നുകയാണ്. അബിയും ജലജയും കൂടി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അബി പറയാം, അമ്മേ, അവൾ കണ്ടോ, അവൾക്ക് നല്ല സാമർഥ്യമാണ്. വിദേശത്ത് പോയി പഠിക്കുകയൊക്കെ ചെയ്തതുകൊണ്ടായിരിക്കും മുത്തശ്ശൻ അവളെ അങ്ങ് വിശ്വസിച്ച് ആദർശിനെ എടുത്ത് താഴെ ഇട്ടിട്ട് അവിടെ കയറ്റി ഇരുത്തിയതെന്ന് പറയാം. അപ്പം ജലജ പറയുന്നുണ്ട്, അതെ അതെ, അതുകൊണ്ടായിരിക്കും. എടാ, നീ അതൊക്കെ കണ്ട് പഠിക്കടാ. അവളെക്കാളും മൂത്തവനല്ലേ നീ. എന്നിട്ടും നീ എന്താ ചെയ്യുന്നത്? നിനക്ക് ഇങ്ങനെ വായി നോക്കി നടന്ന് കണ്ണ് പെണ്ണുങ്ങളെയെല്ലാം വളച്ച് അവിഹിതത്തിൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനല്ലാതെ നിനക്ക് എന്താ അറിയാവുന്നത്? നിനക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ ആദർശിൻ്റെ സ്ഥാനത്ത് നീ ഇന്നിരിക്കലായിരുന്നോ? ഇനിയിപ്പോൾ അവന്തിക കയറി ഇരുന്നപ്പം അതിനെ കുറ്റം പറയാനും കളിയാക്കാനും ഒന്നും നീ വരണ്ടാന്ന് പറയാം. അപ്പോൾ അബി പറയുന്നുണ്ട്, എനിക്കതിന് വിഷമമൊന്നുമില്ല. ഒന്നുമില്ലെങ്കിലും അവൾ എൻ്റെ സഹോദരിയല്ലേ. പിന്നെ അവളിപ്പോൾ നമ്മുടെ വഴിയല്ലമ്മേ. ഞാൻ അവളോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവൾ പറയാ, അവൾ ഒരു തരത്തിലും ഒരു കോംപ്രമൈസിനും ഇല്ലയെന്ന്. നല്ല രീതിയിൽ മൂർത്തീസ് ജ്വല്ലറിയെ വളർത്തിക്കൊണ്ട് വരുമെന്ന്. നമുക്കൊന്നും അവിടെ ഒരു സ്ഥാനവും തരില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയാം. അപ്പോൾ ഉടനെ ജലജ പറയാം, എടാ, അങ്ങനെയൊക്കെ അവൾ പറയുമെങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം. അവളല്ലേ ഇപ്പോൾ MD, നിന്നെ ജോലിയിൽ തിരിച്ചെടുക്കാൻ ഞാൻ അവളോട് പറയാമെന്ന് പറയാം. അപ്പോൾ അബി പറയുന്നുണ്ട്, അവൾ അങ്ങനെയൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. അവളിപ്പം അവരുടെ പക്ഷത്താ. എന്താണെന്നറിയില്ല. അവൾക്ക് നമ്മളെ രണ്ടിനെയും കാണാൻ മേലെന്ന് പറയാണേ. അപ്പം ജലജ പറയാടാ, ഞാൻ സംസാരിക്കാടാ നിനക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് അവന്തികയുടെ അടുത്ത് ചെല്ലുക ജലജ കേട്ടോ. ജലജയ്ക്ക് സംഗതിയൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ചെന്നിട്ട് അവന്തികയോട് പറയാണ്, അവന്തികയെ മോളെ, ഞാൻ നിന്നോടൊരു കാര്യം സംസാരിക്കാൻ വന്നാന്ന് പറയാം. അപ്പോൾ ചോദിക്കുക, എന്താന്ന് വെച്ചാൽ പറഞ്ഞു. എന്തെങ്കിലും ഏട്ടന് വേണ്ടിയിട്ട് സപ്പോർട്ടിനാണെങ്കിൽ അതൊന്നും പറയാൻ വരണ്ടാന്ന് പറയാം. അപ്പോൾ തന്നെ ജലജ പറയാം, അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? എൻ്റെ മോള് തന്നെയല്ലേ നീ. ഞാനല്ലേ നിന്നെ അയർലൻഡിലേക്ക് പഠിക്കാനായിട്ട് വിട്ടത്. പഠിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ നീ അവരുടെയൊക്കെ കൂടെ കൂടി. നിൻ്റെ മനസ്സ് മാറി. പോയപ്പോൾ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നമ്മൾ ഈ വീട്ടിൽ കിടന്ന് അനുഭവിക്കുന്ന അവഗണന എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. നേരത്തെ നീയും കുറേ അനുഭവിച്ചിട്ടുള്ളതല്ലേ. എന്നിട്ട് ഇപ്പം നീ കളം മാറ്റി ചവിട്ടിയല്ലേ. അതുകൊണ്ടാണല്ലോ നിനക്ക് MD സ്ഥാനം കിട്ടിയത് എന്ന് പറയാം.
അപ്പോൾ അവന്തിക പറയും, അതെ, അതുകൊണ്ടാണ് ഞാൻ കളം മാറ്റി ചവിട്ടി. ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ഈ കുശുമ്പും കുന്നായ്മയൊന്നും പറഞ്ഞ് നിൽക്കാനായിട്ടില്ല. എനിക്ക് ഈ വീട്ടിലുള്ളവരോട് ഒരു ശത്രുതയില്ല. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത്. ആദർശേട്ടൻ ഇപ്പം ഒരു കയ്യബദ്ധം പറ്റി ഇങ്ങനെ MD സ്ഥാനത്ത് നിന്ന് താഴേക്ക് ഇറങ്ങിയെന്നേ ഉള്ളൂ. പക്ഷെ MD സ്ഥാനത്ത് ഞാൻ ഇപ്പോഴും മനസ്സിൽ കാണുന്ന ആദർശേട്ടനെ തന്നെയാണ്. പിന്നെ ഞാൻ ആ കസേരയിൽ അങ്ങ് ഇരിക്കുന്നതേ ഉള്ളൂ. അത് മുത്തശ്ശൻ പറഞ്ഞുകൊണ്ട് ഈ നിമിഷം ആദർശേട്ടനോ മുത്തശ്ശനോ ആ കസേരയിൽ നിന്ന് ഇറങ്ങി മാറാൻ പറഞ്ഞാൽ ഞാനങ്ങ് മാറും. അത്രേ ഉള്ളെന്ന് പറയാം. അപ്പം ജലജ പറയും, ഓ ഒരു പുണ്യവതി എടി, അങ്ങനെയൊക്കെ കണക്കാക്കാതെ ഇപ്പം കിട്ടിയ അവസരം നീ മുതലാക്കാൻ നോക്ക്. അങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയുടെ MD എന്ന് പറയുന്ന കസേരയിൽ ഇരിക്കുമ്പോഴേ നിനക്ക് സാധിക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് നീ അങ്ങ് നോക്ക്. അല്ലാതെ മുത്തശ്ശനും ആദർശവും ഒക്കെ ദൈവങ്ങളെന്ന് പറഞ്ഞ് തൊഴുതോണ്ട് നിന്നാലേ ഒന്നും നേടാനാവില്ല. അവസാനം കറിയപ്പിള പോലെ അങ്ങ് എടുത്ത് കളയും. അപ്പോൾ അവന്തിക പറയാം, അത് ഞാൻ അങ്ങ് സഹിച്ചു. അല്ല അമ്മ ഇപ്പം എന്ത് പറയാനാ വന്നത്? എടി നീ ഇപ്പം MD അല്ലേ? ആ അബിയെ അവൻ അവിടെ ജോലി നിന്നല്ലേ ഒരു ജ്വല്ലറിയുടെ ചുമതലയെ ഏൽപ്പിച്ചിരുന്ന അവനെ എടുത്ത് കറിയപ്പിള പോലെ അങ്ങ് കളഞ്ഞു. ഇപ്പം നീ MD കസേരയിൽ ഇരിക്കുമ്പം ആ ഒരു ജ്വല്ലറിയുടെ ചുമതലയെങ്കിലും അവനെ ഏൽപ്പിച്ചൂടെ? അവനിങ്ങനെ വേലയും കൂലി ഇല്ലാതെ ഇവിടെ അടുക്കള പണിയും ചെയ്ത് തേരാ പാര നടക്കുന്നത് നീ കാണുന്നില്ലേ? നിന്റെ സഹോദരനല്ലേ? അപ്പോൾ അവന്തിക പറയാം, പിന്നെ ഇനി ഏട്ടനെ എടുത്ത് അങ്ങോട്ട് വെക്കേണ്ട കാര്യമുള്ളൂ. അവി ചെയ്ത് കൂട്ടിയതിൻ്റെ ഫലമൊക്കെ അവൻ അനുഭവിക്കുന്നത്. അമ്മയും അവനും ചെയ്തതിൻ്റെ ഫലം കൊണ്ടാണ് ഇപ്പോൾ അടുക്കളപ്പണി ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. അതുപോലൊരു പെരുങ്കള്ളനെ മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് ഇരുത്തി എല്ലാം നാശാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാം. അങ്ങനെ ജലജയ്ക്കാകെ വിഷമവും ദേഷ്യവും ഒക്കെ വരുക മോളോട്. മോള് കൂടെ നിൽക്കുന്നില്ലല്ലോ, മോൾ ഇപ്പോഴും ആ സൈഡിലാണെന്നാണ് ജലജയുടെ വിചാരം. അങ്ങനെ അവന്തിക അവിടെ നല്ല രീതിയിൽ കളിക്കുക. അപ്പോൾ നാഗേന്ദ്ര പറയുന്നുണ്ട് കേട്ടോ, ദേ ആദർശ് ജ്വല്ലറിയിലേക്കൊക്കെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അവന്തിക പറയാ, ഉണ്ട്, ആദർശേട്ടനോട് ജ്വല്ലറിയിൽ വന്ന് കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുള്ളി വരാനൊന്നും അങ്ങനെ കൂട്ടാക്കുന്നില്ല. ഇപ്പം ഞാൻ MD കസേരയിൽ ഇരിക്കുന്നതിൻ്റെ ഒരു ഈഗോ ഉണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ താഴെ വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു വിചാരമാണെന്ന് പറയാം. അപ്പോൾ ആ നാഗേന്ദ്ര പറയാ, ശരിയാ, അവൻ വന്നാൽ സ്ഥിരമായിട്ട് അവൻ വരാനൊന്നും ഇടയാക്കരുത്. അവനെ എങ്ങനെയെങ്കിലും നീ പൂട്ടാൻ നോക്കണം മോളെ എന്ന് പറയാം. അപ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട്, എങ്ങനെ പൂട്ടണം എന്ന് അച്ഛൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പം തന്നെ പൂട്ടിയ മട്ടല്ലേ, ഇനിയിപ്പം ഇതങ്ങ് തകർത്ത് തരിപ്പണം ആക്കേണ്ട അല്ല കാര്യമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുക. അപ്പോൾ നാഗേന്ദ്ര പറയാ, അല്ല മോളെ, അവൻ ജ്വല്ലറി വരുമ്പം ആ കിളവനില്ലേ, ആ മൂർത്തി, അയാളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും അവൻ ഇറങ്ങിപ്പോണം. അതിനുവേണ്ടി ചില പണികളൊക്കെ നീ ചെയ്യണം. ഇപ്പം അവൻ ആ ഡീല് കിട്ടാതെ വന്നതേ ഉള്ളൂ. അപ്പം തന്നെ മൂർത്തിക്ക് നല്ല ദേഷ്യമായില്ലേ. ഇനിയിപ്പോൾ ജ്വല്ലറിയിൽ കള്ളത്തരങ്ങൾ കൂടി കാണിച്ചെന്ന് പറഞ്ഞാൽ മൂർത്തി അവനെ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് ഇറക്കി വിടുക തന്നെ ചെയ്യുമെന്ന് പറയാം. അപ്പോൾ അവന്തിക പറയാം, അതെങ്ങനെയാ? അങ്ങനെയൊന്നും അവരാരും വിശ്വസിക്കില്ല അച്ഛാ. ആദർശേട്ടൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടാവുമെന്ന് അവരാരും വിചാരിക്കില്ല. അബിയാണെങ്കിൽ അവരങ്ങ് വിചാരിച്ചേനെ. ഇതിപ്പം നടക്കില്ലെന്ന് പറയാം. അല്ല മോളെ, ആദർശിനെ നയത്തിൽ ഓഫീസിൽ കൊണ്ടുവന്ന് ജോലികൾ ചെയ്യിക്കണം. എന്നിട്ട് നിന്നോടുള്ള വൈരാഗ്യം കൊണ്ട് ആദർശ് അവിടെ കള്ളക്കണക്കുകൾ ചെയ്തെന്നുള്ള കാര്യം നീ വരുത്തി തീർക്കണം എന്ന് പറയാം. അപ്പോൾ അവന്തിക്ക് പറയുന്നുണ്ട്, ഞാനൊന്ന് ശ്രമിക്കാം. ആദർശേട്ടനോടും മുത്തശ്ശനോടും ഒക്കെ ഞാൻ പറഞ്ഞു നോക്കാം. പുള്ളി ഇപ്പോൾ ജ്വല്ലറിലേക്കെങ്ങും അടുക്കുന്നില്ല എന്ന് പറയാം. അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, നീ ശ്രമിച്ചാൽ ഇതെല്ലാം നടക്കും. പൂർണ്ണമായിട്ടും ആദർശിനെയും നയനെയും ഒക്കെ ആ അനന്തപുരിയിൽ നിന്ന് തന്നെ പുറത്താക്കണം. ആ കിളവൻ്റെ മനസ്സിൽ നിന്ന് ആദർശം എന്ന് പറയുന്ന ആ ഒരു മുഖമേ ഇല്ലാതാവണം. നീ ആ സ്ഥാനത്ത് കയറിയിരിക്കണം. എന്നാലേ നിനക്ക് ആ സ്വത്തുക്കൾ മുഴുവൻ അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ മോളൂ എന്ന് പറയാം. അപ്പോൾ ഓക്കെ എന്ന് പറയാണ് അവന്തിക. അതിനുശേഷം അവന്തിക മുത്തശ്ശനെ പോയി കാണുകയാണ്. എന്നിട്ട് മുത്തശ്ശനോട് പറയാം, മുത്തശ്ശ, ഞാൻ ഒരു കാര്യം പറയട്ടെ എന്ന് ചോദിക്കുക. അപ്പം മുത്തശ്ശൻ പറയാം, പറഞ്ഞോ മോളെ, എന്താ? എന്തെങ്കിലും ബിസിനസ് സംബന്ധമായ കാര്യങ്ങളാണോ? നിനക്കെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടോ? MD കസേരയിൽ ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ നീങ്ങുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാം, അതൊക്കെ ഓക്കെയാണ്, എനിക്ക് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ മനസ്സിനൊക്കെ ഭയങ്കര വിഷമാണ് മുത്തശ്ശ. ഞാൻ ഈ MD സ്ഥാനം രാജിവെക്കാൻ പോവാണെന്ന് പറയാം. അപ്പം മുത്തശ്ശൻ ചോദിക്കുക, അതെന്തിനാ മോളെ നീ രാജിവെക്കുന്നത്? ഇപ്പം ഞാനല്ലേ നിന്നെ ഈ സ്ഥാനത്തേക്ക് ഇരുത്തിയിരിക്കുന്നത്. പിന്നെ നീ എന്തിനാ ഇപ്പം രാജിവെക്കുന്നത്? നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുക. എനിക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും അല്ല, ജോലി സംബന്ധമായ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ആദർശേട്ടൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് മുത്തശ്ശ എന്ന് പറയാം. അപ്പോൾ മുത്തശ്ശനൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ അവന്തിക്ക് പറയാം, അതെ, ആദർശേട്ടൻ ഇപ്പോൾ ജ്വല്ലറിയിലേക്ക് എങ്ങും വരുന്നു പോലുമില്ല, ഒരു കാര്യങ്ങളും അന്വേഷിക്കുന്നില്ല. ആകെപ്പാടെ ഈ വീട്ടിൽ കുത്തിപ്പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. നല്ല വിഷമമുണ്ട് മുത്തശ്ശ ആദർശേട്ടന് ആ സ്ഥാനം നഷ്ടപ്പെട്ടതിൽ. അങ്ങനെ ഒരു സ്ഥാനത്ത് ഞാൻ കയറിയിരിക്കുന്നതുകൊണ്ട് എനിക്കും അങ്ങ് മനസ്സിനൊരു സുഖം കിട്ടുന്നില്ല. ആദർശേട്ടൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പം ഞാൻ ഈ സ്ഥാനത്തിരുന്ന് അത് ശരിയാവില്ല. മുത്തശ്ശൻ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ രാജിവെച്ച് ആദർശേട്ടൻ ഈ സ്ഥാനം ഏറ്റെടുക്കട്ടെ. അപ്പോൾ മുത്തശ്ശൻ പറയാൻ, അവന്തികയോട് ഞാനല്ലേ ഈ സ്ഥാനത്തിരിക്കാൻ പറഞ്ഞത്. ആദർശന് കുറച്ച് റെസ്റ്റൊക്കെ ആവശ്യമാണ്. മാത്രമല്ല ആദർശ് ചെയ്ത ആ ഒരു പിഴ
അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ജ്വല്ലറി തകരാൻ പാടില്ലല്ലോ. അപ്പോൾ മറ്റൊരാൾ കുറച്ച് നാളത്തേക്കെങ്കിലും നോക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചതാ. അല്ലാതെ ആദർശിനെ ഞാൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടൊന്നുമില്ല എന്ന് പറയാം. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, എന്നാൽ മുത്തശ്ശൻ പറയണം ആദർശേട്ടനോട് ജ്വല്ലറിയിൽ വന്ന് കാര്യങ്ങളൊക്കെ നോക്കാൻ. MD കസേരയിൽ ഇരുന്നില്ലെങ്കിലും അവിടെ വന്ന് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിലെ കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ. അവിടെ അത്രയും പരിചയസമ്പന്നനായ ആദർശേട്ടനുള്ളപ്പം നമുക്ക് പേടിക്കാനൊന്നും ഇല്ലല്ലോ എന്ന് പറയാം. മുത്തശ്ശൻ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഞാൻ ആദർശിനോട് പറയാമെന്ന് പറയാം. അങ്ങനെ മുത്തശ്ശൻ ആദർശിനെ കാണുകയാണ്. എന്നിട്ട് ആദർശിനോട് പറയാണ്, ആദർശേ, നിന്നോട് ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. കാരണം അത്ര വലിയൊരു ഡീലാണ് നമുക്ക് നഷ്ടമായത്. അതും നിൻ്റെ ഒറ്റ ഒരു ഉത്തരവാദിത്ത കുറവുണ്ട്. അതുകൊണ്ട് ആ സ്ഥാനത്തിരിക്കാൻ നിനക്കിപ്പോൾ യോഗ്യതയില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് തൽക്കാലത്തേക്ക് നിന്നെ മാറ്റി അവിടെ അവന്തികയെ ഞാൻ ഇരുത്തിയത്. അങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് നമ്മുടെ ജ്വല്ലറിക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നീ ജ്വല്ലറിയിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനോ അങ്ങോട്ട് പോകാനോ ഒന്നും കൂട്ടാക്കുന്നില്ല എന്ന് അവന്തിക പറഞ്ഞു. അതെന്താ നീ അങ്ങനെ ചെയ്യുന്നത്? നിന്നെപ്പോലെ പരിചയസമ്പന്നരായ ഒരാൾ എപ്പോഴും നമ്മുടെ ജ്വല്ലറിയിൽ വേണം. MD കസേരയിൽ ഇരുന്നില്ലേലും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ നീ അവിടെ ചെല്ലണമെന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, വേണ്ട മുത്തശ്ശ, ഇപ്പോൾ അനിയുണ്ട്, അതുപോലെ അവന്തികയുണ്ട്, അവരൊക്കെ കാര്യങ്ങൾ നോക്കിക്കോളും. എനിക്കിപ്പം മുത്തശ്ശൻ പറഞ്ഞ പോലെ കുറച്ച് റെസ്റ്റ് തന്നെ ആവശ്യം. മനസ്സിനൊന്നും ഒരു സുഖവും കിട്ടുന്നില്ല. എന്താ എനിക്ക് സംഭവിച്ചതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയാം. മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ നാളെ മുതൽ നീ കമ്പനിയിൽ പോകണം, നീ ജ്വല്ലറിയിൽ ചെല്ലണം, അവിടുത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണം. അല്ലാതെ അവന്തികയെ കൊണ്ട് മാത്രം എല്ലാം നടക്കുമെന്ന് തോന്നുന്നില്ലെന്ന് പറയാം. അപ്പം ആദർശ് പറയാം, മുത്തശ്ശ, അത് ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ? ഇനിയിപ്പോൾ നിന്നെ MD സ്ഥാനത്തുനിന്ന് മാറ്റിയതിൻ്റെ ബുദ്ധിമുട്ടാണോ നിനക്ക്? ഇതിനു മുമ്പും പലരെ ഈ സ്ഥാനത്ത് ഇരുത്താൻ ഉള്ള കെൽപ്പുണ്ടായിരുന്നു. നിന്റെ അച്ഛനും ഇളയച്ഛനും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ കടന്ന് നിന്നെ ഞാൻ ആ സ്ഥാനത്തേക്ക് ഇരുത്തിയപ്പോഴും അവരാരും ഈ പരിഭവം ഒന്നും കാണിച്ചില്ല. അവരെല്ലാം ജ്വല്ലറിയിൽ പോവുകയും അവരുടെ ജോലികൾ ഭംഗിയായിട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. ഇനിയിപ്പം നിനക്കും അതായിക്കൂടാന്നുണ്ടോ? ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ല എന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഉടനെ നയന പറയാം, മുത്തശ്ശ, അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ. ആദർശേട്ടൻ മുത്തശ്ശൻ പറഞ്ഞാൽ അനുസരിക്കും. എന്തായാലും ആദർശേട്ടൻ പൊക്കോളും. നാളെ മുതൽ ആദർശേട്ടൻ ജ്വല്ലറിയിൽ പോയി കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ എന്ന് പറയാം. അങ്ങനെ ആദർശ് പിറ്റേ ദിവസം മനസ്സോടെയാണെങ്കിൽ പോലും ജ്വല്ലറിയിൽ പോയി കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഒരു പണത്തിൻ്റെ ഇടപാട് വരുന്നത് കേട്ടോ. അത് കുറേ പണം ഒരു ഡീൽ വഴി കിട്ടുന്ന അത് ട്രാൻസ്ഫർ ചെയ്യുകയും ആദർശിൻ്റെ കൈവശമാണെന്ന് പറയുകയും ചെയ്യാണ്. അങ്ങനെ ആ പണം നഷ്ടപ്പെടുവാണ്. ആ പണത്തെക്കുറിച്ചിട്ട് ഒരു വിവരവും കണക്കുകളും ഒന്നും ഇല്ലാതാവുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. ആദർശ് ആ പണം മുഖ്യെന്നുള്ള രീതിയിൽ വരികയാണ് കേട്ടോ അവന്തിക മുത്തശ്ശനെ തന്നെ വിളിച്ചിട്ട് പറയാം, മുത്തശ്ശ, ദേ ഇവിടെ ഇങ്ങനെ ഒരു കണക്കിലൊരു വ്യത്യാസം കാണുന്നുണ്ട്. ആ ഫയലൊക്കെ ഡീൽ ചെയ്തത് ആദർശേട്ടനാണ്. ആദർശേട്ടൻ എന്തെങ്കിലും തിരിമറി നടത്താൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും നടക്കില്ല, ആദർശ് അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആദർശിന് ഈ കുടുംബത്തോടും ഈ മൂർത്തീസ് ജ്വല്ലറിയോടുള്ള ആത്മാർത്ഥത എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ ഞാൻ അവനെ മാറ്റി നിർത്തിയെന്നേ ഉള്ളൂ. അല്ല, നിൻ്റെ ചേട്ടൻ അബിയായിരുന്നെങ്കിൽ അതും അതിൻ്റെ അപ്പുറവും ചെയ്യുമായിരുന്നു. പക്ഷേ ഇങ്ങനെ പണം ഇടപാടിലൊന്നും കൃത്രിമത്വം കാണിക്കാൻ ആദർശിനെ കിട്ടില്ല, അവൻ ചെയ്യില്ല എന്ന് തീർത്ത് പറയാം. അപ്പോൾ അവന്തിക്ക് പറയാം, എനിക്കും അറിയാം ആദർശേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്. പിന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതെല്ലാം ഡീൽ ചെയ്തത് ആദർശേട്ടനല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു എന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, തീർച്ചയായിട്ടും അത് ചെക്ക് ചെയ്യണം. ആദർശാണോ ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഒരിക്കലും ആദർശ് അങ്ങനെ ചെയ്യില്ല. പക്ഷേ നിങ്ങളുടെയൊക്കെ സംശയത്തിൻ്റെ പേരിൽ ആദർശിനെ കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടി അത് ചെയ്യണമെന്ന് പറയണം. അങ്ങനെ അവന്തിക സ്റ്റാഫിനെ കൊണ്ട് കണക്കുകളൊക്കെ നോക്കുകയും ഒക്കെ ചെയ്യാണ്. അപ്പോൾ ഈ പണം എവിടെയാണെന്ന് അന്വേഷിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എൻ്റെ കയ്യിലില്ല, ഞാൻ അങ്ങനെ ഇവിടുത്തെ പണമൊന്നും അടിച്ച് മാറ്റാറില്ല എന്ന് പറയാം. എന്നിട്ട് നോക്കുമ്പോഴേക്കും ആദർശിൻ്റെ ബാഗിൽ നിന്ന് തന്നെ ആ ഒരു വലിയ എമൗണ്ട് കിട്ടുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇതെങ്ങനെ എൻ്റെ ബാഗിൽ വന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ ഇവിടുന്ന് പണമായിട്ടൊന്നും അടിച്ച് മാറ്റാറില്ല, ഇത് ബ്ലാക്ക് മണിയാണല്ലോ, ഇത് എങ്ങനെ എൻ്റെ ബാഗിൽ വന്നു എന്ന് പറയാം. അപ്പോൾ അവന്തിക്ക് പറയുന്നുണ്ട്, ഇത് ബ്ലാക്ക് മണി തന്നെയാണ്, അതാണ് ഞാനും ചോദിച്ചത്. ഇവിടെ ബ്ലാക്ക് മണിയുടെ ഡീലൊന്നും നമ്മൾ നടത്താറില്ല, പക്ഷേ അതെങ്ങനെ ആദർശേട്ടൻ്റെ ബാഗിൽ വന്നു എന്ന് അവന്തിക്ക് ചോദിക്കുക. ആദർശ് പറയുന്നുണ്ട്, ഇതിലെന്തോ ചതിയുണ്ട്, ഞാൻ ഒരിക്കലും ഒരു പണത്തിൻ്റെ ഇടപാടും എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് പോയ സ്ഥാപനമല്ലേ, ഇതാരോ എന്നെ ചതിക്കുന്നതാണ് പുറകിൽ നിന്നെന്ന് പറയുക. അപ്പോൾ മുത്തശ്ശനോട് എന്നോ അവന്തിക പറയുന്നുണ്ട്, ആദർശേട്ടൻ്റെ ബാഗിൽ നിന്ന് ആ കള്ളപ്പണം കിട്ടിയെന്ന്. മുത്തശ്ശൻ പറയും, ഇതെന്താണ് ഇത്, ആദർശിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു, എന്താ ഇപ്പോൾ ആദർശിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല മുത്തശ്ശ. അപ്പം മുത്തശ്ശൻ ചോദിക്കുക, പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു, മാനത്തൊന്ന് ഇടിഞ്ഞു വീണാണോന്നൊക്കെ ചോദിക്കുക.
അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇതിൻ്റെ പിന്നെ മറ്റാരോ കളിക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ അവന്തിക നേരെ പ്ലേറ്റ് മറിച്ചിട്ടിട്ട് മുത്തശ്ശനോട് പറയാം, മുത്തശ്ശ ആദർശേട്ടനെ കുറ്റമൊന്നും പറയണ്ട, ചിലപ്പോൾ ആദർശേട്ടന് എന്നോട് ദേഷ്യം കാണും. ആദർശേട്ടൻ ഇരുന്ന് MD കസേരയിൽ ഞാൻ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യുമ്പം അതിൻ്റേതായ ബുദ്ധിമുട്ട് കാണും. വർഷങ്ങളായിട്ട് ഇതെല്ലാം നോക്കിക്കൊണ്ട് വന്ന് ഈ നിലയിലൊക്കെ എത്തിച്ചത് ആദർശേട്ടനല്ലേ. അപ്പോൾ ഒരു പീറപ്പെണ്ണ് കയറിയിരുന്ന് ഇതൊക്കെ ചെയ്യുന്നതിലുള്ള അസൂയ കാണും. അതുകൊണ്ട് എന്നെ കൊടുക്കാൻ വേണ്ടി ആദർശേട്ടൻ ചെയ്ത ഒരു ട്രാപ്പായിരിക്കും. അല്ലാതെ ഈ പണം എടുത്തിട്ട് ആദർശേട്ടനൊന്നും നേടാനില്ലാന്ന് എനിക്കും അറിയാം. കാര്യം ആദർശേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇതെന്തോ അസൂയ പുറത്ത് ആദർശേട്ടൻ ചെയ്തതാ മുത്തശ്ശ, എന്നെ കുരുക്കാൻ വേണ്ടിയിട്ട്. ആ പണം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായും അന്വേഷണം വരും. MD ആയിട്ടിരിക്കുന്ന ഞാനായിരിക്കും അത് ചെയ്തതെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതായിരിക്കും ആദർശേട്ടൻ്റെ ഉദ്ദേശം. മുത്തശ്ശൻ മനസ്സിൽ വെച്ചൊന്നും ആദർശേട്ടനോട് പറയണ്ടെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയാം, അങ്ങനെയാണെങ്കിൽ ഞാൻ അവനോട് ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം, അങ്ങനെ ഒരു കാര്യങ്ങളും ചോദിക്കാതിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയാം. മുത്തശ്ശൻ നേരെ ആദർശിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുക, ആദർശേ നീ അവന്തികയോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണോ ഇപ്പം ഈ പരിപാടി ഒപ്പിച്ചത്, ഈ പണത്തിൻ്റെ ഇടപാട് മറച്ചു വെച്ചത് എന്ന് ചോദിക്കുക. ആദർശ് പറയുന്നുണ്ട്, എനിക്കെന്താ അവന്തികയോട് വൈരാഗ്യം, എനിക്ക് ആ കുട്ടിയോട് ഒരു വൈരാഗ്യവും ഇല്ല, ഞാനത് ചെയ്യേണ്ട കാര്യമില്ല. മുത്തശ്ശൻ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നത്, ഇതിനു മുമ്പൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയാം. മുത്തശ്ശനും പറയാം, ശരിയാ ഇതിനു മുമ്പൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല, എനിക്ക് നിന്നെ പൂർണ്ണ വിശ്വാസമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓരോ കാര്യങ്ങളും തെളിയിച്ചു വരുന്നത് തെറ്റായ കാര്യങ്ങളാണ് ആദർശ് എന്ന് പറയുമ്പോൾ ആദർശ് പറയാം, ശരി ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ, ഇതിൻ്റെ തെളിവുകളും ഞാൻ കൊണ്ടുവരും. ഒരിക്കലും അവന്തികയോട് വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇങ്ങനൊരു കള്ളത്തരം ചെയ്യാൻ ഞാൻ ഒരിക്കലും നിൽക്കില്ല. ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കാൻ മുത്തശ്ശന് തോന്നിയല്ലോ, അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്ന് പറയണം. അങ്ങനെ ആദർശിന് ഭയങ്കര വിഷമമാണ്. മുത്തശ്ശനും കൂടെ കുറ്റപ്പെടുത്തി കഴിയുമ്പോഴേക്കും ആദർശ് നയനയോട് ചെന്ന് പറയാം, നയനെ ഇങ്ങനെ എന്തോ സംഭവിക്കുന്നുണ്ട്, ഇതിൻ്റെ പുറകിൽ ആരോ ഉണ്ടെന്ന് തോന്നുന്നു, നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് ആരോ, അത് പൂർണ്ണമായിട്ടും എന്നെ തന്നെയാണ് ലക്ഷ്യം വച്ചിരിക്കുന്നത്. അന്ന് തന്നെ ആ ഡീല് കിട്ടാതിരിക്കാൻ എന്നെ എന്തോ ചതിപ്പെടുത്തിയതാ, അവർ തന്ന ജ്യൂസിലോ ഭക്ഷണത്തിലോ എന്തോ ഉറക്ക ഗുളികയോ വല്ലതും കലർത്തി തന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് എണീക്കാതിരുന്നതും അവിടെ എത്താതിരുന്നതും. അതുപോലെ തന്നെ ഈ ബാഗിൽ ഈ പണം വന്നതും മറ്റാരോ ചെയ്തതാ, അല്ലാതെ ഞാനിങ്ങനെ ചെയ്യുമെന്ന് നീയും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം നയന പറയാം, എന്താ ആദർശേട്ടാ ഈ പറയുന്നത്, ഞാൻ എങ്ങനെ വിശ്വസിക്കുമോ, ആദർശേട്ടൻ അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ, ഒരിക്കലും ചെയ്യില്ല, ഇതിൻ്റെ പിന്നെ മറ്റാരോ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ CCTV വിഷ്വൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ ഈ ബാഗിൽ ആരാ പണം വെച്ചതെന്നുള്ള കാര്യം അറിയാൻ പറ്റിയല്ലേ ആദർശേട്ടാന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ ആ വിഷ്വൽസ് അവിടെ ഉണ്ടാവുമെന്ന് ഒരു ഉറപ്പുമില്ല, ഇത് ചെയ്തവർ അതിനുള്ള അവസരം വച്ചേക്കുമെന്ന് ചോദിക്കുക. അപ്പം നയന പറയുന്നുണ്ട്, അതിനുള്ള അവസരം കാണും, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് പറയാം. അങ്ങനെ ചെന്ന് ആദർശ് അതെല്ലാം ചെക്ക് ചെയ്യാണ്. ചെക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും മനസ്സിലാക്കുകയാണ് കേട്ടോ, അവന്തികയാണ് ഈ പണം ആദർശിൻ്റെ ബാഗിൽ വെച്ചത്. ആദർശ് നയനയോട് പറയുന്നുണ്ട്, ഇതെല്ലാം ചെയ്തത് അവന്തികയാണെന്ന്. അങ്ങനെ അവന്തികയുടെ റൂമിലേക്ക് ആദർശും നയനയും കൂടെ ചെല്ലുക. അവന്തികയെ തൂക്കിയെടുത്ത് ചോദ്യം ചെയ്യാണ്, നീയല്ല ഈ പണി ചെയ്തത്, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ചതിച്ചത്, നീ MD കസേരയിലെത്തി എന്നിട്ടും സ്നേഹം തണിച്ച് നിന്നിട്ടും നീ ചതിക്കുകയായിരുന്നല്ലേ, നിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കുക. അപ്പം അവന്തിക പറയാം, ഇല്ല ഞാൻ അങ്ങനെ ചെയ്തില്ല, നീ കണ്ടോ ഈ വിഷ്വൽസ്, ഇത് വെച്ച് നിന്നെ പിടിച്ച് അകത്തിടാൻ ഇത് മതിയെന്ന് പറയാണ്. സത്യം പറഞ്ഞു ഇല്ല, നിൻ്റെ സ്ഥാനം ആ ജയിലിനകത്തായിരിക്കും, എന്തിനാണ് നീ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അന്നത്തെ ആ ഡീല് നഷ്ടപ്പെടാനും നീയല്ലേ കാരണം, ഇവിടുത്തെ കാര്യങ്ങൾ ഒറ്റ കൊടുക്കുന്നില്ലേ നീ AN ജ്വല്ലറിക്ക്, AN ജ്വല്ലറിയും നീയുമായിട്ട് എന്താ ബന്ധം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവന്തിക അന്തം വിട്ട് നിൽക്കുക. അവന്തികയെ വിളിച്ച് കൊണ്ടുപോവാണ് AN ജ്വല്ലറിയിലെ ഡേവിഡിൻ്റെ അടുത്തേക്ക്. ഡേവിഡിനെയും അവന്തികയും കൂടെ നിർത്തി ചോദ്യം ചെയ്യുക. അപ്പോൾ അവന്തിക സത്യങ്ങളെല്ലാം പറയാണ്, എൻ്റെ അച്ഛൻ നാഗേന്ദ്രയാണ് AN ജ്വല്ലറിയുടെ MD എന്ന് പറയുക. അപ്പോൾ ഉടനെ തന്നെ ഞെട്ടിപ്പോവാണ് ആദർശ്. ആ മുത്തശ്ശനെ വിളിക്കുകയാണ് അവന്തികയുടെ റൂമിലേക്ക്. അവന്തികയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് മുത്തശ്ശൻ അവന്തികയെ ചോദ്യം ചെയ്യുക. അവന്തികയോട് ചോദിക്കുക, നീ എന്തിനാ ഇതൊക്കെ ചെയ്തത് അവന്തിക മോളെ, നിന്നെ ഞാൻ വിശ്വസിച്ചല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയാം, അതെ നിങ്ങൾ എന്നെ വിശ്വസിച്ചു, പക്ഷേ ഞാൻ നിങ്ങളെ ചതിക്കായിരുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയോ, പണ്ട് നിങ്ങൾ ഇവിടുന്ന് ഇറക്കി വിട്ട എൻ്റെ അച്ഛനുണ്ടല്ലോ, വെറും ഒരു പട്ടിയെപ്പോലെ ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആ മനുഷ്യനാണ് ഇന്ന് AN ജ്വല്ലറിയുടെ MD നാഗേന്ദ്ര. അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ ഈ വേഷം കെട്ടിയതും ഇവിടെ വന്നതും ഇങ്ങനെയൊക്കെ ചെയ്തതും. ഞങ്ങളിപ്പം ജയിച്ച് നിൽക്കുകയാണ്, മൂർത്തീസ് ജ്വല്ലറി തകർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഇനിയും ഞാനും എൻ്റെ അച്ഛനും ഒക്കെ കൂടി മൂർത്തീസ് ജ്വല്ലറിയും അനന്തമൂർത്തിയും അതുപോലെ അനന്തപുരിയും ഇല്ലാതാകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. നിങ്ങളെ ചതിക്കുക തന്നെയായിരുന്നു ഞാൻ എന്ന് പറയുക. അപ്പോൾ മുത്തശ്ശൻ ഇത് കേട്ടപ്പോഴേക്കും നാഗേന്ദ്രയുടെ കാര്യവും അതുപോലെ തന്നെ അവന്തികയുടെ കാര്യവും ഒക്കെ കേട്ടപ്പോൾ ഞെട്ടിപ്പോവാം മുത്തശ്ശൻ ആദർശിനെ അവിശ്വസിച്ചില്ലേ, അതും കൂടെ മുത്തശ്ശൻ ഓർക്കാണ്. MD സ്ഥാനത്ത് നിന്ന് ആദർശിനെ അടിച്ചിറക്കിയില്ലേ, അവിടെ അവന്തികയെ കയറ്റി ഇരുത്തിയില്ലേ, അതൊക്കെ ഓർക്കുമ്പോൾ മുത്തശ്ശൻ അങ്ങ് ഞെട്ടല് വരിക.
പെട്ടെന്ന് തന്നെ മുത്തശ്ശൻ അവിടെ തലകറങ്ങി വീഴുകയാണ് കേട്ടോ. അപ്പോൾ ബോധം കെട്ട് വീഴുന്ന മുത്തശ്ശനെ ആദർശം താങ്ങിയെടുക്കുക. മുത്തശ്ശിയും നയനയും ദേവയാനിയും എല്ലാവരും വിഷമിച്ചെന്ന് കരയുകയാണ് കേട്ടോ. പെട്ടെന്ന് മുത്തശ്ശനെ എടുത്ത് എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ മുത്തശ്ശൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ വലിയ സീരിയസ് ഒന്നുമല്ല, കുറച്ച് കഴിയുമ്പോൾ ബോധം വീഴുക. അപ്പോഴും മുത്തശ്ശൻ ആകെ ടെൻഷൻ ആവുകയാണ്. ആദർശനോട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് ഓർത്ത് ഭയങ്കരമായിട്ട് വിഷമിക്കുക. എന്നിട്ട് മുത്തശ്ശൻ ആദർശിനെ വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആദർശനോട് പറയാം, മോനെ ആദർശൻ, നീ എനിക്ക് മാപ്പ് തരണം. നിന്നെ ഞാൻ അന്ന് ആ ഡീലിൻ്റെ പേരിൽ തല്ലിയതും അതുപോലെ MD സ്ഥാനത്തുനിന്ന് മാറ്റി ആ അവന്തിക അവിടെ കയറ്റി ഇരുത്തിയതും ഒക്കെ തെറ്റായിപ്പോയി. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല. ചതിക്കുകയായിരുന്നവര്. അവരുടെ ചതിയുടെ ഫലമായിട്ടാണ് മോനെ നമുക്ക് ആ ഡീല് നഷ്ടപ്പെട്ടത്. നാഗേന്ദ്ര അവനൊരു വിഷപ്പാമ്പ് തന്നെയാ. ഇനിയിപ്പോൾ അവൻ നമ്മുടെ ശത്രുവിൻ്റെ സ്ഥാനത്ത് 1ാം സ്ഥാനത്ത് തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മളിനി സൂക്ഷിച്ച കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ മൂർത്തീസ് ജ്വല്ലറി ഇല്ലാതാക്കാനാണ് അവനും അവൻ്റെ മോളും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടി ഇനി നമ്മൾ നമ്മുടെ ജ്വല്ലറിയെ സംരക്ഷിക്കാൻ വേണ്ടി നീ തന്നെ മുന്നിട്ട് ഇറങ്ങണം മോനെ. എനിക്ക് നീ മാപ്പ് തരണം എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ അത് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്തിനാ മുത്തശ്ശൻ്റെ തെറ്റിദ്ധാരണ കൊണ്ടല്ലേ അത് സംഭവിച്ചത്. അതുകൊണ്ട് എന്താ, ഒരു പെരുങ്കളിയെ മനസ്സിലാക്കാൻ പറ്റിയില്ലേ, അവളുടെ മുഖംമൂടി വലിച്ചു കീറി കളയാൻ പറ്റിയില്ലേ നമുക്ക് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.